കേരള സർക്കാർ മണ്ണു പര്യവേഷണ മണ്ണു സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എടവനക്കാട് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ലോക മണ്ണു ദിനാചരണം സംഘടിപ്പിച്ചു. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ ഡയമണ്ട് ലൈഫ്. ഗുണമേന്മ, വിശ്വാസം, വരുമാന സൗഹൃദ വില എല്ലാം ഒറ്റ ബ്രാൻഡിൽ. ഡയമണ്ട് ലൈഫ്. ബ്രാൻഡ് മാറ്റിയാൽ ഗ്രാൻഡ് ആവാം. വിശ്വാസത്തിന്റെ ഗുണമേന്മയുമായി നമ്മുടെ വീട്ടുപയോഗത്തിന് ആവശ്യമുള്ള 60-ൽ പരം പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഒരു പേരിൽ. ഡയമണ്ട് ലൈഫ്. മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് എറണാകുളം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ 2025 ഡിസംബർ 30 എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൽ ലോക മണ്ണ് ദിനാഘോഷവും കാർഷിക സെമിനാറും സംഘടിപ്പിച്ചു. മണ്ണ് പര്യവേഷണ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ M.A. സുധീർ ബാബു ചടങ്ങിൽ സ്വാഗതവും പദ്ധതി വിശദീകരണവും നടത്തി. എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മരിയ റോസ്മി അധ്യക്ഷത വഹിച്ചു. എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ് K.A. ഉദ്ഘാടനം ചെയ്തു. ഡിപ്പാർട്ട്മെന്റും സർക്കാരും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രവൃത്തികൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ മേഖലയിലും ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യാധ്വാനം എന്ന നിലയിൽ കുറെ തുകകൾ ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ അതനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാകുന്നില്ല. അതിന്റെ ഏറ്റവും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് മണ്ണിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അതിനകത്തുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടല്ല നമ്മൾ കൃഷി ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനൊരു മാറ്റം കൂടിയേ തീരും. ആ മാറ്റത്തിന്റെ തുടക്കമായിട്ട് നമുക്ക് ഈ കുമാരി ധന്യദാമു മണ്ണ് പര്യവേഷണ ഓഫീസർ മണ്ണ് ദിന പ്രതിജ്ഞ നടത്തി. എന്നിവ സംരക്ഷിക്കുവാനും ജനങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. മണ്ണെറിഞ്ഞു കൃഷി ചെയ്യാം എന്ന വിഷയത്തിൽ ബിജുമോൻ സക്കറിയ, റിട്ടയർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കർഷകർക്കുള്ള സെമിനാർ നയിച്ചു. മണ്ണിനെ അറിയാം മൊബൈലിലൂടെ എന്ന വിഷയത്തിൽ ഡോക്ടർ മിത്ര മോഹൻ മണ്ണ് പര്യവേഷണ ഓഫീസർ ക്ലാസ് എടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് കർഷകർക്ക് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. 160ഓളം കർഷകർ പങ്കെടുത്ത ചടങ്ങിൽ ആശാ ദേവദാസ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത വൈപ്പിൻ.